പെൻഷനിൽ നടപടിയുമായി സർക്കാർ. പണം വാങ്ങിയ അനർഹരിൽ നിന്ന് പണം പലിശ സഹിതം തിരിച്ചുവാങ്ങും. ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടിക്കും തീരുമാനം. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നതാണ് നമ്മൾ നോക്കിയിരുന്ന് കാണുന്നത്. ഈ യോഗത്തിലുണ്ടായ മറ്റു തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ പറയൂ. ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് നിർണായകമായ തീരുമാനമാണ്. എന്ത് തരത്തിലുള്ള നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു നമ്മൾ ഏറെ നോക്കിക്കൊണ്ടൊരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യേക യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടി എടുക്കാനാണ് തീരുമാനം. അതായത് തട്ടിപ്പ് കാണിച്ച സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി എടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇവർ കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും. അതായത് ആരൊക്കെയാണ് തട്ടിപ്പ് കാണിച്ചതെന്ന് കണ്ടെത്തി എത്ര നാൾ അവർ പെൻഷൻ വാങ്ങി, ഇതെല്ലാം അവർ തിരിച്ചടക്കേണ്ടി വരും. അതും പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും എന്നാണ് യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. മാത്രമല്ല, അനർഹർ കയറിക്കൂടാൻ സാഹചര്യം, അതായത് അനർഹർ എന്ന് നമ്മൾ പറയുമ്പോഴും ഇവരെങ്ങനെ അനർഹരായ ഇവരെ എങ്ങനെ തിരികെ കയറ്റി അതിനെ സഹായിച്ച ഉദ്യോഗസ്ഥർ, അവർക്കെതിരെയും നടപടി ഉണ്ടാകും. ആ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അനർഹമായി പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരല്ലാത്തവർക്കെതിരെയും നടപടി എടുക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത്രയും കാര്യങ്ങൾ ഈ നടപടിയും അന്വേഷണങ്ങൾക്കും ഒക്കെ പുറമെ എടുത്ത ചില തീരുമാനങ്ങൾ കൂടിയുണ്ട്. അതായത് മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. മാത്രമല്ല, വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന നടത്തണം എന്നുള്ളതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന പ്രത്യേക യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അതായത് നമ്മൾ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ജീവനക്കാർക്കെതിരെ ഉണ്ടാവുക. പക്ഷേ ഈ പേര് വിവരങ്ങളോ മറ്റോ ഒക്കെ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ യോഗത്തിൽ ഉണ്ടായതായി നമുക്കറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാധ്യത കാണുന്നുമില്ല. അതായത് ഈ ആരൊക്കെയാണ് അനർഹരുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിടാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നില്ല. അതേസമയം ഇത് കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ അച്ചടക്ക നടപടി ഉൾപ്പെടെ എടുക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹരി, ഇവരുടെ പേര് വിവരം പുറത്തു വിടുന്നില്ല എന്ന് പറയുമ്പോഴും മന്ത്രി നേരത്തെ ന്യായീകരണമായി പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്തവർ മാത്രം ഭയന്നാൽ മതി, തെറ്റ് ചെയ്യാത്തവർ ഭയക്കേണ്ടതില്ല എന്ന്. പക്ഷേ ഇത് ആരാണ് തെറ്റ് ചെയ്തത്, ആരൊക്കെയാണ് അനർഹരായി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് സ്വാഭാവികമായും പുറത്തു പറയേണ്ടതല്ലേ? എന്തിനാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഉറപ്പായിട്ടും അതിൽ ചില പ്രായോഗിക തടസ്സങ്ങളുണ്ട് എന്ന് വേണം നമുക്കത് മനസ്സിലാക്കാൻ. കാരണം മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ഇതുവരെയുള്ള നടപടിക്രമങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ്. കാരണം മന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആശങ്കയും അതാണ്. ഈ അനർഹരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയത്തിന്റെ നിഴലിലാകില്ലേ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ധനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴും അവരുടെ മറുപടി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം ഇന്നലെ ധനമന്ത്രി പറഞ്ഞത്, ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ ഭാഗവും അന്വേഷിച്ചതിന് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ള തരത്തിലാണ് ധനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും ഇത്തരത്തിൽ അനർഹരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിട്ടില്ല. നടപടികളിലേക്ക് കടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി ഹരികൃഷ്ണ, ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറ്റവും പുതിയൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. പെൻഷനിൽ നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. പണം വാങ്ങിയ അനർഹരിൽ നിന്ന് പണം പലിശ സഹിതം തിരിച്ചു വാങ്ങാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടിക്കും തീരുമാനമായിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ സർക്കാർ ജീവനക്കാരല്ലാത്തവർക്കും അനർഹമായി ഈ പട്ടികയിൽ ഇടം പിടിക്കുകയും ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കും എന്നാണ് പറയുന്നത്. ഹരി, മറ്റൊരു കാര്യം കൂടി, ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അത് ആരാണ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്? ഈ പട്ടികയിൽ ഉൾപ്പെടാൻ കാരണക്കാരായവരുണ്ടല്ലോ, അവർക്കെതിരെയും ഈ അന്വേഷണം വരില്ലേ?
മാറ്റം വരും. അതായത് നമ്മൾ അനർഹർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയുമ്പോഴും ഈ അനർഹർ എങ്ങനെ ഈ പട്ടികയിൽ എത്തി എന്നുള്ളതൊരു സുപ്രധാന ചോദ്യമാണ്. അതായത് അത് റവന്യൂ തദ്ദേശ ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഒരു കാരണവശാലും ഒരാൾ പോലും പട്ടികയിൽ ഇടപെടാൻ ഒരു സാധ്യത. അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ചമച്ചായിരിക്കണം ഒരുപക്ഷെ ഇവർ പട്ടികയിൽ ഇടം പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ഇവരെങ്ങനെ ഈ പട്ടികയിലെത്തി? ഈ ധനവകുപ്പിന്റെ പരിശോധനയിൽ അത് ഉറപ്പായിട്ടും വ്യക്തമാവുന്നത് ഇവരെങ്ങനെയായിരിക്കും ഈ പട്ടികയിൽ എത്തിയത്, എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇവർ കൊടുത്തത്, അതൊക്കെ വ്യാജമായിരുന്നോ എന്നുള്ള തരത്തിൽ അന്വേഷണം വരും. അങ്ങനെയെങ്കിൽ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യം വരും. അത് അന്വേഷണത്തിന്റെ ഭാഗമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളാവും. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകും. ആ കൃത്യമായ നടപടി ആ രീതിയിൽ തന്നെ അന്വേഷിച്ച് കൃത്യമായ നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്.